ചങ്ങമ്പുഴ പാർക്കിൽ 7 മണി മുതലാണ് പൊതുദർശനം ആരംഭിച്ചത്. അമ്മയുടെയും 2 ഇരട്ട കുട്ടികളുടെയും കൈപിടിച്ചുകൊണ്ട് ആർത്തി ഇവിടേക്ക് കടന്നു വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങേയറ്റം സങ്കടക്കടലിലായിരുന്നു അവർ. ആ കുടുംബം ഒന്നാകെ ഈ വേർപാടിനെ മറികടക്കുകയാണ്. മണിക്കൂറുകളോളം അവർ അച്ഛന് തൊട്ടരികിൽ ഈ പൊതുദർശനം നടക്കുന്ന ചങ്ങമ്പുഴ പാർക്കിലെ ഹാളിൽ അവരിരുന്നു. മകൻ അരവിന്ദ് അടക്കമുള്ളവർ അവിടെ ഇരുന്നു. നിരവധി ആളുകൾ ഇവിടേക്ക് എത്തി. മന്ത്രിമാരായ പി രാജീവ്, എ.കെ. ശശീന്ദ്രൻ അടക്കമുള്ളവരെത്തി. കേരള ഗവർണർ, ഗോവ ഗവർണർ എന്നിവരിവിടെ എത്തുകയും കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇവിടെ എത്തുകയുണ്ടായിരുന്നു. എം.പിയും എം.എൽ.എമാരും അടക്കം നിരവധി ആളുകൾ, ജനപ്രതിനിധികൾ, സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ളവർ, അങ്ങനെ ഒരുപാട് ആളുകൾ. ഇതൊന്നും അല്ല, അതിനുമപ്പുറം അദ്ദേഹത്തെ കണ്ടിട്ട് പോലും ഇല്ലാത്ത പലരും ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാനും എൻ രാമചന്ദ്രന് അവസാന യാത്രയയപ്പ് നൽകാനുമായി ഇവിടേക്ക് എത്തി. മണിക്കൂറുകൾ 9 മണി വരെയായിരുന്നു പൊതുദർശനം കരുതിയിരുന്നെങ്കിൽ ആളുകളുടെ ഒഴുക്ക് കാരണം അത് 9:45 വരെ നീളുന്ന കാഴ്ച കണ്ടു. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ചേർത്ത് വിളിക്കുന്ന നിമിഷങ്ങളായിരുന്നു അത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു മകൾ ആർത്തിയും ഭാര്യ ഷീലയും ഭാരത് മാതാ കി ജയ് വിളിച്ച് പ്രിയ ഭർത്താവിന്, പ്രിയ അച്ഛന് യാത്രയയപ്പ് നൽകിക്കൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന ദൃശ്യങ്ങൾ കൂടി കണ്ടു. അങ്ങനെ ഒരു കുടുംബം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് യാത്രയയപ്പ് നൽകുകയാണ്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മകളുടെയും പേരക്കുട്ടികളുടെയും കൺമുന്നിൽ വെച്ച് വെടിയേറ്റ് മരിച്ച എൻ രാമചന്ദ്രന് കുടുംബം, നാട് യാത്രയയപ്പ് നൽകുന്ന കാഴ്ചകളായിരുന്നു കണ്ടത്. അല്പസമയം മുമ്പാണ് ഇവിടെ നിന്ന് ഇറക്കിയത്. ഇപ്പോൾ വിലാപ യാത്രയായി ചങ്ങമ്പുഴ പാർക്കിന് സമീപത്തുള്ള മങ്ങാട്ട് ലൈനിലെ നീരാഞ്ജനം എന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എൻ രാമചന്ദ്രൻ്റെ മൃതദേഹം കൊണ്ടുപോവുകയാണ്. സന്തോഷത്തോടെ യാത്ര പുറപ്പെട്ടു പോയ ഒരു കുടുംബമാണ്. ചേതനയറ്റ അച്ഛൻ്റെ ശരീരവുമായി അതിനെ ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളടക്കം ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെ ഞങ്ങൾക്ക് നഷ്ടമായെന്നാണ്. രാമചന്ദ്രൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അതെ, അടുത്ത സുഹൃത്തെന്നല്ല, കുടുംബ സുഹൃത്തെന്നല്ല, ഇവര് അടുത്ത ഉറ്റ സുഹൃത്തായിരുന്നു. അദ്ദേഹം ഗൾഫ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വന്നതിന് ശേഷം ഓരോ ദിവസവും എനിക്ക് മുടങ്ങാതെ പ്രഭാത സന്ദേശങ്ങൾ അയക്കും. ഈ പ്രഭാത സന്ദേശം കണ്ടുകൊണ്ടാണ് എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത്. അന്ന് കാശ്മീർ പോയ ആ ദിവസവും പുള്ളിക്ക് എനിക്ക് തന്ന മെസ്സേജ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഇനി രാമേന്ദ്രൻ്റെ മെസ്സേജ് ലഭിക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇടനെഞ്ചിൽ ആ നീറ്റൽ എനിക്ക് ഒരിക്കലും മാറുന്നില്ല. ദിവസവും രാമേന്ദ്രൻ്റെ ആ മെസ്സേജ് കിട്ടിക്കൊണ്ടിരുന്നത് ഇന്നും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ഇവിടെ പറഞ്ഞിട്ട് പോയതായിരുന്നു അല്ലേ? അതെ അതെ അതെ. തീർച്ചയായും സങ്കടകരമായ കൂടി പങ്കുവയ്ക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കൂടി. ഇതിനിടയിലാണ് മറ്റൊരു ദൃശ്യം നമ്മുടെ ക്യാമറയിൽ പതിയുന്നത്. അത് ഭീകര വെടിയേറ്റ് മരിച്ച എൻ രാമചന്ദ്രൻ്റെ കുടുംബത്തിന് കശ്മീരിൽ വെച്ച് സഹായം നൽകിയവരിൽ മലയാളി സൈനികനായ ശ്രീരാജും ഉണ്ടായിരുന്നു. രാമചന്ദ്രൻ്റെ പൊതുദർശനം ചങ്ങമ്പുഴ പാർക്കിൽ പുരോഗമിക്കുമ്പോൾ മകൾ ആരതിയുടെ ഫോണിൽ ശ്രീരാജ് വീഡിയോ കോളിൽ വന്നു. ശേഷം ഭൗതിക ശരീരത്തിന് അഭിമുഖമായി നിന്ന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. മാതൃഭൂമി ന്യൂസ് ക്യാമറമാൻ ആന്റണി ഗ്രിഗറിയാണ് ഏവരുടെയും കരളലിയിപ്പിക്കുന്ന ദൃശ്യം പകർത്തിയത്. Thank you.